നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് വാടക വീട്ടിൽ നിന്നും നിരോധിച്ച 2000 നോട്ടുകളുടെ 7.5 കോടിയോളം രൂപ പിടികൂടിയ സംഭവം. ബേക്കൽ പരിയങ്ങാനത്തെ താമസക്കാരൻ മുഖ്യ സൂത്രധാരൻ. അന്വേഷണം ഊർജിതം. കാസർഗോഡ് സ്കൂട്ടറിലെത്തിയയാൾ 60-കാരിയുടെ കഴുത്തിൽ നിന്നും 2 പവന്റെ സ്വർണമാല തട്ടിപ്പറിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. അമിതഭാരമെടുത്ത് ടിപ്പർ ലോറികൾ ചീറിപ്പാഞ്ഞ് അപകടമുണ്ടാക്കുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ വാഹന പരിശോധനയുമായി ചന്ദേര പോലീസ്. ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഡ്രൈവിംഗ് സ്കൂൾ തൊഴിൽ മേഖല ഇല്ലാതാക്കുവാനിറക്കിയ സർക്കുലറിനെതിരെയായിരുന്നു പ്രതിഷേധം. വേനൽ കടുത്തതോടെ മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ മേഖലകളിൽ ജലക്ഷാമം രൂക്ഷം. പുഴകളടക്കം വറ്റി വരണ്ടുണങ്ങിയതോടെ കർഷകരടക്കം പ്രതിസന്ധിയിൽ. കുമ്പോൽ പുഴയോരത്ത് 6.5 നൂറ്റാണ്ടിന്റെ പ്രൗഢിയിൽ വേളാരത്ത് പള്ളി. പഴയകാല വാസ്തുവിദ്യയാൽ മനോഹരമായ പള്ളി മതസൗഹാർദ്ദത്തിന്റെ ചരിത്രത്താലും പ്രശസ്തം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് അമ്പലത്തറ ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്നും നിരോധിച്ച 2000 നോട്ടുകളുടെ 7.5 കോടിയോളം രൂപ പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബേക്കൽ പരിയങ്ങാനത്തെ താമസക്കാരനാണ് മുഖ്യ സൂത്രധാരനെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പിടിച്ചെടുത്ത നോട്ടുകളിൽ നിരോധിച്ച 2000ന്റെ നോട്ടുകളോടൊപ്പം കള്ള നോട്ടുകളും ഉൾപ്പെടുന്നു. അമ്പലത്തറ ഗുരുപുരത്ത് അടച്ചിട്ട വാടക വീട്ടിൽ നിന്നും ഇന്നലെ വൈകുന്നേരമാണ് വിപണിയിൽ നിന്നും പിൻവലിച്ച 2000 രൂപയുടെ 7.25 കോടി രൂപ പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി P. ബിജോയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അമ്പലത്തറ പോലീസ് വീടിന്റെ പൂട്ട് പൊളിച്ചു നടത്തിയ റെയ്ഡിലാണ് തുക പിടികൂടിയത്. അമ്പലത്തറ സ്വദേശിയായ ബാബുരാജ് എന്ന പ്രവാസിയുടെ ഉടമസ്ഥതയിലുള്ള ഈ വീട് അബ്ദുൾ റസാഖ് എന്നയാളാണ് വാടകയ്ക്കെടുത്തത്. നോട്ടുകളുടെ ശേഖരമുള്ളതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് 3 ദിവസമായി അടച്ചിട്ട ഈ വീട് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. തുടർന്നാണ് പോലീസ് സംഘം ഇന്നലെ വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി പരിശോധന നടത്തിയത്. തുക വീടിന്റെ പൂജാമുറിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. നോട്ടുകളിൽ നിരോധിച്ച 2000ന്റെ നോട്ടുകളോടൊപ്പം കള്ള നോട്ടുകളും ഉൾപ്പെടുന്നു. അമ്പലത്തറ ഇൻസ്പെക്ടർ K. പ്രജീഷ്, SI സുമേഷ് ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ ദിലീപ്, മോഹനൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പണം പിടികൂടിയത്. വീട് വാടകയ്ക്കെടുത്ത അബ്ദുൾ റസാഖ് അടുത്തിടെ പ്രദേശവാസിയുടെ കാർ വിലക്കെടുത്തതായും ഇയാൾ ചൊവ്വാഴ്ച ഉച്ച മുതൽ സ്ഥലത്തിൽ നിന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നിരോധിച്ചുവെങ്കിലും 2000 രൂപ നോട്ടുകൾ ഉപയോഗിച്ച് ഇടപാട് നടക്കുന്നതായാണ് വിവരം. ഇത്തരത്തിലുള്ള ഇടപാടിനായി സൂക്ഷിച്ചതാണ് ഈ പണമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ബേക്കൽ പെരിയങ്ങാനത്തെ താമസക്കാരനാണ് ഇതിലെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മലപ്പുറത്തെ ഒരു ബാങ്ക് മാനേജറാണ് സഹായിയെന്നും ഇയാളാണ് പണം മാറുന്നതിനായി ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നതെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഒളിവിലുള്ള ഇവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഘം വീണ്ടും സജീവമാകുന്നു. ഏറ്റവും ഒടുവിൽ കൂഡ്ലു പായിച്ചാലിലെ സാവിത്രിയുടെ കഴുത്തിൽ നിന്നും 2 പവനോളം തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷ്ടാവ് പറിച്ചെടുത്തത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചൗക്കി ആസാദ് നഗറിൽ നിന്നുമാണ് 60 വയസ്സുകാരിയായ സാവിത്രിയുടെ കഴുത്തിൽ നിന്നും ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് സ്വർണമാല മോഷ്ടിച്ച് കടന്നുകളഞ്ഞത്. കുഡ്ലു പായിച്ചാൽ അയോധ്യയിലെ താമസക്കാരിയായ K. സാവിത്രി ആശുപത്രിയിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് കവർച്ചയ്ക്ക് ഇരയായത്. 1 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന 2 പവൻ സ്വർണമാലയാണ് മോഷ്ടാവ് പറിച്ചെടുത്തത്. സ്കൂട്ടറിലെത്തിയ ആൾ സമീപത്ത് നിർത്തി ഒരാളുടെ പേര് ചോദിക്കുകയും ഉടൻ തന്നെ മാല പറിച്ചെടുക്കുകയുമായിരുന്നുവെന്ന് സാവിത്രി KCN ന്യൂസിനോട് പറഞ്ഞു. ഞാൻ ബദ്രപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് മരുന്നിന് പോയിട്ട് അവിടുന്ന് മാവേലി സ്റ്റോറിലേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവിടെ ഒരു സ്കൂട്ടറിൽ ഒരാൾ വന്നിട്ട് എന്നോട് രാമേട്ടനറിയോ എന്ന്
ചോദിച്ചിട്ട് ഞാൻ ആലയിക്കുമ്പോൾ ഓർ വന്നിട്ട് എൻ്റെ മാലനെ പൊട്ടിച്ചിട്ട് പാഞ്ഞു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കാസർഗോഡ് ടൗൺ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി പരിസര പ്രദേശത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബേക്കൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഇത്തരത്തിൽ 25ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കവർച്ചയ്ക്കിരയായവരിൽ കൂടുതലും 50 വയസ്സിൽ മുകളിൽ പ്രായമുള്ളവരാണ്. വീടുകളിലെത്തി വെള്ളം ചോദിച്ചും വഴി ചോദിച്ചും എത്തുന്ന സംഘം മാല തട്ടിപ്പറിച്ച് കടന്നു കളയുകയാണ് പതിവ്. മിക്ക കവർച്ചകളും നടന്നത് CCTV ക്യാമറകൾ ഇല്ലാത്ത പ്രദേശം നോക്കിയാണ്. കവർച്ചയ്ക്കായി ഉപയോഗിക്കുന്നതാകട്ടെ മോഷ്ടിച്ച ബൈക്കുകളും. നേരത്തെ സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പിടിയിലായ പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അമിത ഭാരമെടുത്ത് ടിപ്പർ ലോറികൾ ചീറിപ്പാഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാക്കുമ്പോൾ കർശന പരിശോധനയുമായി പോലീസ് രംഗത്തിറങ്ങി. ചന്ദേര പോലീസിന്റെ നേതൃത്വത്തിലാണ് വിവിധ കേന്ദ്രങ്ങളിൽ വാഹന പരിശോധന നടത്തിയത്. കരിങ്കല്ലും ചരൽമണ്ണും ചെങ്കല്ലും കയറ്റി വരുന്ന ടിപ്പർ ലോറികളാണ് കൂടുതലും പരിശോധന നടത്തിയത്. ഇന്നലെ രാവിലെ മുതൽ വാഹന പരിശോധന ആരംഭിച്ചിരുന്നു. വാഹനത്തിൽ കൊണ്ടുപോകുന്ന ലോഡ്, വാഹനത്തിന്റെ രേഖകൾ, ഓടിക്കുന്നയാളിന്റെ ലൈസൻസ് ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. ചെറുവത്തൂർ റെയിൽവേ മേൽപ്പാലം പരിസരത്തും ദേശീയപാതയിലുമാണ് പോലീസ് പരിശോധന നടത്തിയത്. ടിപ്പർ ലോറികൾ കല്ലും മണ്ണും കയറ്റി നിയന്ത്രണമില്ലാതെ ഓടുന്നത് പലയിടങ്ങളിലും അപകടങ്ങൾ വരുത്തുന്നതിന് കാരണമായിരുന്നു. തിരുവനന്തപുരത്ത് മാത്രം 2 പേരുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. ഉറമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരളത്തിലെ സാധാരണക്കാരന്റെ ആശ്രയമായ ഡ്രൈവിംഗ് സ്കൂൾ തൊഴിൽ മേഖല ഇല്ലാതാക്കുവാനിറക്കിയ സർക്കുലറിനെതിരെയായിരുന്നു പ്രതിഷേധം. കേരളത്തിലെ സാധാരണക്കാരന്റെ ആശ്രയമായ ഡ്രൈവിംഗ് സ്കൂൾ തൊഴിൽ മേഖല തുടച്ചു നീക്കാനിറക്കിയ സർക്കുലറിന് എതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് BC റോഡിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. ചില ഉദ്യോഗസ്ഥന്മാരുടെ ധാരണ ഞങ്ങളാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്താ, ഭരണാധികാരികളുടെ പോലും സപ്പോർട്ടില്ലാതെ ആ ഭരണാധികാരിയുടെ മുമ്പാകെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് IAS-കാരും IPS-കാരും കാടൻ നിയമങ്ങൾ പടച്ചുണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവരവരുടെ ഓഫീസിലിരുന്ന് അവർക്ക് പേന ചലിപ്പിച്ചാൽ അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടും. അവരവരുടെ ഓഫീസിലിരുന്ന് ഇത്തരം നിയമങ്ങൾ പുറപ്പെടുവിച്ചാൽ അവർക്ക് ന്യായമായ ശമ്പളം കിട്ടും. അവരുടെ കുടുംബങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. എന്നാൽ പ്രയാസം അനുഭവിക്കുന്നത് ആരാ? രക്തം വിയർപ്പാക്കിക്കൊണ്ട് 24 മണിക്കൂറും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ജീവിതം തള്ളി നീക്കാൻ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ പോറ്റുന്ന പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളുകളെ പോലെ തന്നെ ആയിരക്കണക്കിന് കുടുംബങ്ങളും ആളുകളും പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ആരും ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിവിട്ടുകൊണ്ട് ഇത്തരം തൊഴിലാളികളെ, ഇത്തരം ഉടമകളെ എല്ലാം പട്ടിണിയിലാക്കിക്കൊണ്ട് ഭരിച്ചു പോകാമെന്ന് ഏതെങ്കിലും മന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പില്ല എന്ന് ഇത്തരം സമരങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ മോഹനൻ അധ്യക്ഷനായി, അബ്ദുൾ റഹ്മാൻ, റഷീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വേനൽ കടുത്തതോടെ മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ മേഖലകളിൽ ജലക്ഷാമം രൂക്ഷം. പുഴകളടക്കം വറ്റി വരണ്ടുണങ്ങിയതോടെ കർഷകരടക്കം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വേനൽ കടുത്തതോടെ മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ മേഖലകളിൽ പുഴകളിൽ നീരൊഴുക്ക് കുറഞ്ഞ് ജലാശയങ്ങൾ വരണ്ടുണങ്ങി. ഇതോടെ മഞ്ചേശ്വരം താലൂക്കിൽ രൂക്ഷമായ ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ഉത്തരദേശത്തെ പ്രധാന ജലസ്രോതസ്സായ ഷിറിയാപ്പുഴയുടെ ഭാഗമായ അഗടിമുഗർ, പുത്തിക എന്നീ പുഴകളും മറ്റു ജലാശയങ്ങളുമാണ് വറ്റി വരണ്ടത്. പുഴയോട് ചേർന്നുള്ള കൈത്തോടുകളടക്കം വറ്റുകയും നീരൊഴുക്ക് ക്രമാതീതമായി കുറയുകയും ചെയ്തതോടെ മഞ്ചേശ്വരം താലൂക്കിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ കർഷകരടക്കം വലിയ പ്രതിസന്ധിയിലാണ്.
അതേസമയം കിണർ, കുഴൽക്കിണർ എന്നിവയിലും ജലനിരപ്പ് താഴ്ന്നത് വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമത്തിനിടയാക്കിയിട്ടുണ്ട്. വേനൽ മഴ ലഭിക്കാൻ ഇനിയും വൈകിയാൽ പ്രതിസന്ധി രൂക്ഷമാകും. വിവിധ പഞ്ചായത്തുകളിൽ കോടികൾ ചിലവഴിച്ച് നടപ്പാക്കിയ ജലപദ്ധതികൾക്കായി സ്ഥാപിച്ച സംഭരണിയിൽ വെള്ളം കിട്ടാതായതോടെ പദ്ധതിയെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളും ദുരിതത്തിലാണ്. വോർക്കാടി, മീഞ്ച, പൈവെളികെ, പുത്തികെ, എൻമകജെ പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിൽ ഏറ്റവും അധികം ജലക്ഷാമം നേരിടുന്നത്. വോർക്കാടി പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ വഴി നടപ്പാക്കിയ പദ്ധതി പ്രഹസനമായതായി ഇതിനോടകം തന്നെ പരാതി ഉയർന്നിട്ടുണ്ട്. സ്വജൽധാര, രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി പോലത്തെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ മുഖേന ഇവിടുത്തെ ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ജലക്ഷാമം നേരിട്ടിരുന്നു. പക്ഷേ ഇന്ന് കുറേ പുതിയ വൻകിട പദ്ധതികളൊക്കെ വന്നെങ്കിലും രൂക്ഷമായ ജലക്ഷാമം മൂലം ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് ചെറുകിട പദ്ധതികൾ പുനരുജ്ജീവിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാർ ധനസഹായം ലഭ്യമാക്കുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ തോടുകളൊക്കെ മണ്ണടിഞ്ഞു കൂടി നീരൊഴുക്ക് തടസ്സപ്പെടുകയും കൂടാതെ ജലം അവിടെ കെട്ടിനിൽക്കുന്നത് ഒഴിവായതുകൊണ്ട് നമുക്ക് അവിടെയും കൃഷിക്കൊക്കെ വളരെ ക്ഷാമം നേരിടുന്നുണ്ട്. പുത്തികെ പഞ്ചായത്തിലെ പല കോളനികളിലും കുടിക്കാൻ പോലും തുള്ളി വെള്ളമില്ല. മഞ്ചേശ്വരം താലൂക്കിലെ ഭൂരിഭാഗം കർഷകരും പുഴയടക്കമുള്ള ജലാശയങ്ങളെ ആശ്രയിച്ചാണ് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം കണ്ടെത്തുന്നത്. ഇതേ നില തുടർന്നാൽ വേനൽ കനക്കുമ്പോഴേക്കും സ്ഥിതി കൂടുതൽ ഗുരുതരമാകുന്നതോടൊപ്പം രൂക്ഷമായ ജലക്ഷാമമായിരിക്കും മലയോര മേഖലകളിലെ കർഷകർ നേരിടുക. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. കുമ്പള ആരിക്കാടിയിൽ കുമ്പോൽ പുഴയോരത്ത് 6.5 നൂറ്റാണ്ടിൻ്റെ പ്രൗഢിയിൽ നിലകൊള്ളുകയാണ് ബേളാരത്ത് പള്ളി. മതസൗഹാർദ്ദത്തിൻ്റെ ചരിത്രം പേറുന്ന ഈ പള്ളി പഴയകാല വാസ്തുവിദ്യയുടെ സമ്പന്നതയാൽ മനോഹരവുമാണ്. 650 വർഷങ്ങൾക്ക് മുൻപ് ആന്ത്രോത്ത് ദ്വീപിലെ ബേളാരം എന്ന പ്രദേശത്തു നിന്നും കച്ചവട ആവശ്യങ്ങൾക്കായി എത്തിയ സംഘം നിർമ്മിച്ച പള്ളിയാണ് ബേളാരത്തെ പള്ളി എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത്. ബേളാരം എന്നത് ആന്ത്രോത്ത് ദ്വീപിലെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായൊരു ദ്വീപിൻ്റെ പേരാണ്. അന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ലഭിച്ചിരുന്ന ബംബ്രാണ പ്രദേശത്തു നിന്നും നെല്ല്, കൊപ്ര എന്നീ കാർഷിക വിളകളും ഉണക്കമീൻ, ശർക്കര തുടങ്ങിയവയും ശേഖരിച്ച് കച്ചവട ആവശ്യങ്ങൾക്കായി ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നതിനായിരുന്നു മഞ്ചുമാർഗം ബേളാരത്തെ ഒരു സംഘം ആളുകൾ കുമ്പോലിൽ എത്തിയത്. ഇവർ ദിവസങ്ങളോളം കുമ്പോലിലും പരിസരങ്ങളിലുമായി തമ്പടിച്ച് നിസ്കരിക്കുവാൻ സൗകര്യമൊരുക്കുന്നതിൻ്റെ ഭാഗമായി പുഴക്കരയിൽ അല്പം ഉയരമുള്ള സ്ഥലം കണ്ടെത്തി അവിടെ ഒരു നിസ്കാരപ്പള്ളി നിർമ്മിക്കുകയായിരുന്നുവെന്നതാണ് ചരിത്രം. വ്യക്തമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പള്ളിക്ക് 650-ലേറെ വർഷം പഴക്കമുണ്ടെന്ന് കുമ്പോലിൻ്റെ ചരിത്ര രേഖകളുടെ പിൻബലത്തിൽ പഴമക്കാർ പറയുന്നത്. എന്നാൽ 900 വർഷത്തെ പഴക്കമുള്ളതായും അഭിപ്രായമുണ്ട്. കാലാനുസൃതമായ അറ്റകുറ്റപ്പണികൾ നടത്തിയതല്ലാതെ 1959 വരെ അന്ന് നിർമ്മിച്ച പള്ളി പൊളിച്ചു മാറ്റിയിരുന്നില്ല. കാലപ്പഴക്കം കൊണ്ട് നശിക്കുവാൻ തുടങ്ങിയതോടെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്ന് കാണുന്ന തരത്തിൽ പള്ളി പുനർനിർമ്മാണം നടത്തുകയായിരുന്നു. സമീപത്തെ 4 കുടുംബങ്ങളാണ് അടുത്ത കാലം വരെ പരിപാലനവും മറ്റും നടത്തി വന്നിരുന്നത്. പിന്നീട് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതോടെ കമ്മിറ്റിക്ക് കീഴിലാണ് പള്ളിയുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ടു പോകുന്നത്. പഴമയുടെ പെരുമ വിളിച്ചോതുന്നതോടൊപ്പം മതസൗഹാർദ്ദത്തിൻ്റെ ഒട്ടനവധി ചരിത്ര സംഭവങ്ങളും ബേളാരത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കാലങ്ങളായി പ്രദേശത്തെ ഹിന്ദുമത വിശ്വാസികളും ഈ പള്ളിയെ ഏറെ ആദരവോടെയാണ് നോക്കിക്കാണുന്നത്. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. UDF ചെറുവത്തൂർ പഞ്ചായത്ത് കൺവെൻഷൻ ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം വേണോ അതോ എല്ലാം അടക്കി ഭരിക്കുന്ന ഏകാധിപത്യം വേണോ എന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മുന്നിലുള്ള പ്രധാന ചോദ്യമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ അഭിപ്രായപ്പെട്ടു. ഒരു കാലഘട്ടത്തിലുമില്ലാത്ത വോട്ടർ പട്ടിക ശുദ്ധീകരണം പ്രക്രിയ, മരിച്ച മുഴുവൻ വോട്ടുകളെയും ഡിലീഷൻ നടത്തി വോട്ടർ പട്ടികയിൽ നിന്ന് ഈ മാസം 25-ാം തീയതി വരെ നമുക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള സമയമുണ്ട്. ഞാൻ ഇവിടെ വന്ന നേതാക്കളോട് പറയുന്നു, ഇനിയും UDF-ന്റെ കേന്ദ്രങ്ങളിൽ ഇനിയും വോട്ട് ചേർക്കാൻ ബാക്കിയുണ്ട്. പഞ്ചായത്ത് UDF ചെയർമാൻ പൊറായക്ക് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു.
നിയോജക മണ്ഡലം ചെയർമാൻ AGC ബഷീർ, കൺവീനർ P കുഞ്ഞിക്കണ്ണൻ, പഞ്ചായത്ത് കൺവീനർ K ബാലകൃഷ്ണൻ, KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ, DCC ജനറൽ സെക്രട്ടറിമാരായ KV സുധാകരൻ, KP പ്രകാശൻ, CMP ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV ഉമേശൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി, TC കുഞ്ഞബ്ദുള്ള ഹാജി, SA ഷിഹാബ് എന്നിവർ സംസാരിച്ചു. പൊറായ്ക്ക് മുഹമ്മദ് ചെയർമാനും K ബാലകൃഷ്ണൻ ജനറൽ കൺവീനറുമായി 301 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ഉർമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനിയുടെ വിജയഗാഥയുമായി കാസർഗോഡ് പാടിയിലെ കർഷക പ്രേമ ഒരേക്കറോളം സ്ഥലത്ത് വിളയിച്ച 1 ടണ്ണോളം തണ്ണിമത്തൻ വിളവെടുത്തു. ചെങ്കള പഞ്ചായത്ത് 9-ാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തക പാടിയിലെ A പ്രേമയുടെ ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത തണ്ണിമത്തനാണ് വിളവെടുത്തത്. വിളവെടുപ്പ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഈ പാടിയിൽ പ്രേമ കൃഷി ചെയ്തത് 60-50 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക, ഉൽപ്പാദനക്ഷമത പരമാവധി ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ തണ്ണിമത്തൻ ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുള്ളത്. കുടുംബശ്രീ ADMC CH ഇക്ബാൽ, CDS ചെയർപേഴ്സൺ S സുനിത, A സുഹറ, മലബാർ ഡയറി ഫാറം പ്രസിഡന്റ് K നാഗേഷ് ഷെട്ടി, വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് കോട്ടൂർ, ഹമീദ് നെക്കര, ആശ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രേമിച്ചയുടെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ കൃഷിയാണ് അവലംബിച്ചു പോകുന്നത്. പശു വളർത്തലുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട് പ്രോസസ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ തണ്ണിമത്തൻ കൃഷിയുണ്ട്, പപ്പായ വളർത്തൽ, ഇതൊക്കെ ആയിട്ടാണ് ഈ കൃഷി രീതി പോകുന്നത്. കുടുംബശ്രീയുടെ പുതിയ നൂതന കൃഷി രീതികൾ 42 CDSകളിലും അവലംബിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പ്രേമേറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു പ്രവർത്തകയും കൂടിയാണ്. മലബാർ ഡയറി ഫാർം അസോസിയേഷൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി, MDFA എന്ന സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയും കൂടിയാണ്. അതിൻ്റെ ഇടയിൽ ഈ പൊതുപ്രവർത്തന രംഗത്ത് കർഷകർക്ക് വേണ്ടി ഒരു പൊതുപ്രവർത്തനം എന്ന ലെവലിലും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം കർഷകർക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും നല്ല രീതിയിലുള്ള കൃഷി ചെയ്യുന്ന പ്രേമേറ്റിയെ പോലുള്ള ഈ വനിതകളെ തീർച്ചയായും ഗവൺമെൻറ് തലത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്യണമെന്നാണ് സംഘടനയ്ക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും എനിക്ക് പറയാനുള്ളത്. മലബാർ ഡയറി ഫാറം ജില്ലാ സെക്രട്ടറി കൂടിയാണ് A പ്രേമ. തണ്ണിമത്തിന് പുറമെ പയർ, വെണ്ട, നരമ്പൻ, തക്കാളി, മുളക് തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചട്ടഞ്ചാൽ പുത്തരിയടുക്കം അമരാപുരി ശ്രീ മഹാവിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തിലെ പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളാണ് നടന്നുവരുന്നത്. നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി പേരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി എത്തുന്നത്. അമരാപുരി ശ്രീ മഹാവിഷ്ണുമൂർത്തി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിന് ബുധനാഴ്ച തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ച് കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു. പുത്തരിയടുക്കം വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച കലവറ ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് പേർ അണിനിരന്നു. തുടർന്ന് പൂജാ ചടങ്ങുകൾ നടന്നു. ബ്രഹ്മശ്രീ അരവത്തി KV പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് പൂജാ ചടങ്ങുകൾ നടക്കുന്നത്. സമൂഹ പ്രാർത്ഥന, ആചാര്യവരണം, പശുദാന പുണ്യാഹം, പ്രസാദശുദ്ധി തുടങ്ങിയവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തെയ്യം കലാകാരൻ്റെ ആത്മസംഘർഷങ്ങളുടെ കഥ പറയുന്ന കുത്തൂട് മാർച്ച് 22-ന് പ്രദർശനത്തിനെത്തുന്നു. സന്തോഷ് കീഴാറ്റൂർ, പുതുമുഖ നടൻ വിനോദ് മുള്ളേരി, സിജി പ്രദീപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ മനോജ് K സേതുവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച് തെയ്യം കലയെ ഉപാസിച്ചു കഴിയുന്ന കാഞ്ഞൻ എന്ന തെയ്യം കലാകാരൻ്റെ ജീവിതത്തോടൊപ്പം അന്യം നിന്നു പോകുന്ന മണ്ണിൻ്റെയും പ്രകൃതിയുടെയും കഥ പറയുന്ന ചിത്രമാണ് കുത്തോട്. ഫോർഫ്രണ്ട്സ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ KT നായർ, വേണു പാലക്കാൽ, കൃഷ്ണകുമാർ കക്കോടമ, വിനോദ് കുമാർ കരിച്ചേരി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിൻ്റെ ഛായാഗ്രഹണവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സംവിധായകൻ മനോജ് K സേതുവാണ്. പ്രദീപ് മണ്ടൂരാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണമായും നമുക്ക് മലബാറിൻ്റെ സിനിമ, അല്ലെങ്കിൽ വടക്കേ മലബാറിൻ്റെ സിനിമ എന്ന് ശരിക്കും പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റുന്ന സിനിമയാണ്. ഒന്ന്, സിനിമയുടെ പ്രമേയം പശ്ചാത്തലമാവുന്ന തെയ്യക്കാഴ്ചകൾ എന്നുള്ളത് കൊണ്ട് അത് പ്രത്യേകിച്ചിട്ട് പറയാം.
അതേപോലെ തന്നെ ഇതിലെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നതും അതിൽ അഭിനയിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് കൂടുതലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ആൾക്കാരാണ്. ചിത്രത്തിൽ സന്തോഷ് കീഴാറ്റൂർ, പുതുമുഖ നടൻ വിനോദ് മുള്ളേരി, സിജി പ്രദീപ് എന്നിവർക്ക് പുറമെ അഭിജിത്ത്, ഉത്തമൻ, രവി പെരിയാട്ട്, തമ്പാൻ കൊടക്കാട്, ദേവനന്ദ, നിരോഷ് എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സിനിമകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ വടക്കേ മലബാർ ഇപ്പം തന്നെ സിനിമയുടെ ഒരു പ്രധാന തട്ടകമായി മാറി. അത് നമുക്ക് അഭിമാനിക്കാം. വരും നാളുകളിൽ അത്രയധികം സിനിമാ പ്രവർത്തകരും ഒക്കെ ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇനിയും ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡോക്ടർ ജിനേഷ് കുമാർ എറമാം, പ്രദീപ് മണ്ടൂർ എന്നിവരുടെ വരികൾക്ക് ജയചന്ദ്രൻ കാവുന്തഴ സംഗീതം പകരുന്നു. സിതാര, കൃഷ്ണകുമാർ, അലോഷി, ആദം എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇരുചക്ര വാഹന മോഷണം വർദ്ധിക്കുന്നു. ബുധനാഴ്ച രാത്രി മഞ്ചേശ്വരം ചൌക്കിയിലെ ക്വാർട്ടേഴ്സിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് ബൈക്ക് മോഷ്ടിക്കുവാൻ ശ്രമം നടന്നതാണ് ഒടുവിലത്തെ സംഭവം. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് മോഷ്ടാക്കൾക്കായി അന്വേഷണം ഊർജിതമാക്കി. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഇരുചക്ര വാഹന മോഷണം തുടർക്കഥയാകുന്നതോടെ ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും. ബുധനാഴ്ച രാത്രി മഞ്ചേശ്വരം ചൌക്കിയിൽ ബൈക്കിലെത്തിയ 2 യുവാക്കൾ മുഹമ്മദ് എന്നയാളുടെ ക്വാർട്ടേഴ്സിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചതാണ് ഒടുവിലായി ഇവിടെ നടന്ന സംഭവം. ബൈക്ക് കൊണ്ടുപോകാൻ മോഷ്ടാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് ബൈക്ക് പാതി വഴിയിൽ ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ മടങ്ങുകയായിരുന്നു. മോഷണ ശ്രമത്തിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. രാത്രി 1 മണിയോടെ 2 പേർ ചൌക്കി ഭാഗത്തെ ഒരു വീടിന്റെ ഗേറ്റ് കടന്നപ്പോൾ ഇതേ വഴി വന്ന ഒരു വാഹനയാത്രക്കാരൻ ശ്രദ്ധിക്കുകയും ഇവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന സംഭവങ്ങളാണ് മഞ്ചേശ്വരം ചൌക്കിയിൽ നടക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്വാർട്ടേഴ്സിലെത്തിയ മഞ്ചേശ്വരം പോലീസ് ബൈക്ക് മോഷണ ശ്രമം നടന്ന സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. സാക്ഷികളെ കിട്ടാതെ വന്നപ്പോൾ സാക്ഷിയായി ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് വിവരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ പോലീസ് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. കവർച്ചാ ശ്രമം നടന്ന ഈ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് നടത്തുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റംസാൻ മാസത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ പള്ളിയിൽ പോകുമ്പോൾ വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം നടക്കുവാനുള്ള സാധ്യത കൂടുതലാണെന്നും പോലീസ് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ക്ഷേത്രവും കാവും കഴകവും പൂരോത്സവത്തിൽ അലിഞ്ഞപ്പോൾ ആവേശമായത് പൂരക്കളി. അടോട്ട് മുത്തേടത്ത് കുതിര് പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്താണ് പൂരോത്സവത്തിലെ പ്രധാന ആകർഷണമായ പൂരക്കളി അരങ്ങേറിയത്. മെയ്വഴക്കവും പ്രകടനങ്ങളും കൊണ്ട് ആസ്വാദകനെ ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് പൂരക്കളി. സംഘകാലം മുതൽ നിലവിലുള്ള കലാരൂപമാണ് പൂരക്കളിയെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ചന്ദ്രഗിരി മുതൽ വളപട്ടണം പുഴ വരെയുള്ള ജനതയാണ് കേരളത്തിൽ പൂരോത്സവം ആഘോഷിക്കുന്നത്. ഈ പൂരമഹോത്സവത്തിന്റെ ഭാഗമായാണ് അടോട്ട് മുത്തേടത്ത് കുതിര പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പൂരക്കളി അരങ്ങേറിയത്. കത്തിച്ചുവെച്ച നിലവിളക്കിനു ചുറ്റും നിരവധി കലാകാരന്മാരാണ് ചുവട്. സംഘത്തലവനായ പണിക്കർ പാട്ടുപാടിയപ്പോൾ കൂടെയുള്ളവർ അതേറ്റുപാടി ചുവട് വെച്ചു. കളരിപ്പയറ്റിലെ ചുവടുകൾക്ക് സാമ്യമുള്ള പൂരക്കളിയുടെ ചുവടുകൾ ഒന്നുപോലും പിഴയ്ക്കാതെയായിരുന്നു സംഘത്തിന്റെ കളി. അടൂട്ട് മുത്തേടത്ത് കുതിര പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന സംഘവും നീലേശ്വരം നാഗച്ചേരി സംഘവും തമ്മിൽ മറത്തുകളിയും അരങ്ങേറിയിരുന്നു. തർക്കം, കാവ്യം, അലങ്കാരം, വ്യാകരണം തുടങ്ങി സമഗ്ര മേഖലകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് മറത്തുകളി. പ്രായഭേദമന്യേ നിരവധി പേരാണ് പൂരക്കളിയും മറത്തുകളിയും ആസ്വദിക്കാൻ ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അതിഞ്ഞാലിൽ തുറന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. അതിഞ്ഞാലിൽ പ്രവർത്തനം തുടങ്ങിയ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി നിർവഹിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പര്യടന പരിപാടി KPCC സെക്രട്ടറി M. അസ്നാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിയോജകമണ്ഡലം ചെയർമാൻ ബഷീർ വെള്ളിക്കുത്ത് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുതിൽ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വൻഫോർ അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് PV സുരേഷ്, കുക്കൽ ബാലകൃഷ്ണൻ, CV തമ്പാൻ, CV ഭാവനൻ, A. ഹമീദ് ഹാജി, മീനാക്ഷി ബാലകൃഷ്ണൻ, ഉമേഷൻ ബളൂർ, P. ബാലകൃഷ്ണൻ, എക്കാൾ കുഞ്ഞിരാമൻ, മുബാറക് സേനാർ ഹാജി, അബ്ദുൾ റസാഖ് താലക്കണ്ടി, KP ബാലകൃഷ്ണൻ, DP പ്രദീപ് കുമാർ, CK റഹ്മത്തുള്ള, NK രത്നാകരൻ, പ്രവീൺ തോയമൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് മറത്തുകളിയും പൂരക്കളിയും അരങ്ങേറി. പൂരോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറിയ മറത്തുകളിയും പൂരക്കളിയും ആവേശമായി. പണിക്കർമാർ നടത്തിയ പാണ്ഡിത്യ പോരാട്ടം ആസ്വാദകർക്ക് വിസ്മരിക്കാനാകാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. സംസ്കൃത ശ്ലോകങ്ങളും ശുദ്ധ മലയാളത്തിലുള്ള വ്യാകരണങ്ങളും ഇടകലർന്നു വരുന്നതിനാൽ പണ്ഡിതനും പാമരനും ഒരുപോലെ ഹൃദ്യമാണ് മറത്തുകളി. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് പൂരമഹോത്സവത്തിന്റെ ഭാഗമായാണ് മറത്തുകളി അരങ്ങേറിയത്. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന സംഘവും മഞ്ഞോട്ട് വിഷ്ണുമൂർത്തി ദേവാലയ സംഘവും തമ്മിലായിരുന്നു മറത്തുകളി അരങ്ങേറിയത്. തുടർന്ന് പൂരക്കളിയും അരങ്ങേറി. പ്രായഭേദമന്യേ നിരവധി പേരാണ് മറത്തുകളിയും പൂരക്കളിയും ആസ്വദിക്കാൻ ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന സന്നിധിയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് വാടക വീട്ടിൽ നിന്നും നിരോധിച്ച 2000 നോട്ടുകളുടെ 7.5 കോടിയോളം രൂപ പിടികൂടിയ സംഭവം. ബേക്കൽ പരിയങ്ങാനത്തെ താമസക്കാരൻ മുഖ്യ സൂത്രധാരൻ. അന്വേഷണം ഊർജിതം. കാസർഗോഡ് സ്കൂട്ടറിലെത്തിയയാൾ 60-കാരിയുടെ കഴുത്തിൽ നിന്നും 2 പവന്റെ സ്വർണമാല തട്ടിപ്പറിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. അമിതഭാരമെടുത്ത് ടിപ്പർ ലോറികൾ ചീറിപ്പാഞ്ഞ് അപകടമുണ്ടാക്കുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ വാഹന പരിശോധനയുമായി ചന്ദേര പോലീസ്. ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഡ്രൈവിംഗ് സ്കൂൾ തൊഴിൽ മേഖല ഇല്ലാതാക്കുവാനിറക്കിയ സർക്കുലറിനെതിരെയായിരുന്നു പ്രതിഷേധം. വേനൽ കടുത്തതോടെ മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ മേഖലകളിൽ ജലക്ഷാമം രൂക്ഷം. പുഴകളടക്കം വറ്റി വരണ്ടുണങ്ങിയതോടെ കർഷകരടക്കം പ്രതിസന്ധിയിൽ. കുമ്പോൽ പുഴയോരത്ത് 6.5 നൂറ്റാണ്ടിന്റെ പ്രൗഢിയിൽ വേളാരത്ത് പള്ളി. പഴയകാല വാസ്തുവിദ്യയാൽ മനോഹരമായ പള്ളി മതസൗഹാർദ്ദത്തിന്റെ ചരിത്രത്താലും പ്രശസ്തം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.